കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആന്റെ പെരുമയും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഡിജിറ്റൽ ഖുർആൻ റീഡിംഗ് പേന വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളത്. മനോഹരമായ ഖുർആൻ പുസ്തകത്തിലെ സൂക്തങ്ങൾക്ക് നേരെ ഡിജിറ്റൽ പേന തൊട്ടാൽ മതി, വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഖുർആൻ ഓതുന്നതും കേൾക്കാൻ കഴിയും. കാണുന്നുണ്ടല്ലോ ഉമ്മീനെ കാണിക്കണ്ട. കേട്ടുപഠിക്കുവാനും ഓതുന്ന രീതി അതേപടി സ്വായത്തമാക്കുവാനും പുതിയ സംവിധാനം വഴി കഴിയുമെന്നതാണ് പ്രത്യേകത. അറബി ഭാഷയ്ക്കൊപ്പം മലയാള ഭാഷയിലും പരിഭാഷയും പേനയിലുണ്ട്. പാർസി, ഇംഗ്ലീഷ്, കുർദിഷ്, മെലിയു, ഉറുദു, ബാരി, ജർമ്മൻ, സ്പാനിഷ്, റഷ്യൻ, ടർക്കിഷ് തുടങ്ങിയ ഭാഷകളിലും ഖുർആൻ ഓത്ത് കേൾക്കാൻ കഴിയും. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു പ്രവചിച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയും അവർക്കാകുന്നു. വിശ്വാസ സമൂഹത്തെ വിശുദ്ധ ഖുർആനിലേക്ക് അടുപ്പിക്കുവാൻ ഡിജിറ്റൽ ഖുർആൻ പേനയ്ക്ക് കഴിയുമെന്ന് ഉടമയായ ചുള്ളിക്കൽ സേറ്റ് ഹൗസിൽ ബാബു സേറ്റ് കൊച്ചിൻ ചാനലിനോട് പറഞ്ഞു. ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഖുർആൻ ഒരു ചെറിയൊരു ഇതാണ്, പഠിക്കാൻ സുഗമമായിട്ടുള്ള ഒരു പെൻ റീഡറാണ്, ഒരു പെന്നാണ്. അത് ഇപ്പോഴത്തെ തലമുറ ഖുർആനും ബൈബിളും ഗീതയും ഒന്നും പഠിക്കാതെ ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണ്. അവർക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഉപയോഗമായിരിക്കും, നല്ലൊരു ഉപയോഗമായിരിക്കാം. ഇത് മക്കയെന്ന് കൊണ്ടുവന്നാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് മക്കയെന്ന് എന്റെ സിസ്റ്റർ 2 ആഴ്ച മുൻപ് കൊണ്ടുവന്നാണ്. യുവാക്കൾക്കും യുവതികൾക്കും ഇഷ്ടമായ രീതിയിൽ ഖുർആൻ ഓത്ത് നടത്തുവാൻ ഇത്തരം സംവിധാനമേറെ ഗുണകരമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ സഹോദരി മക്കയിൽ നിന്നും കൊണ്ടുവന്ന പേനയ്ക്ക് 3000 രൂപയിൽ താഴെയാണ് വില. 1/2 കിലോ ഭാരമുള്ള ഖുർആനും പേനയും ഉപയോഗിക്കുവാനും ഏറെ എളുപ്പമാണെന്നും കൊച്ചിയിൽ ആദ്യമായിട്ടാണ് ഖുർആൻ ഡിജിറ്റൽ പേനയും എത്തിയിട്ടുള്ളതെന്നും സേട്ട് അവകാശപ്പെടുന്നു. മനുഷ്യവർഗത്തിന് മാർഗദർശനം നൽകിയതായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം അവസാന പ്രചാരകനായ മുഹമ്മദ് നബി മുഖേനയാണ് ഉടലെടുത്തത്. 114 അധ്യായങ്ങളുള്ള പരിശുദ്ധ ഖുർആൻ ലോകഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഏറെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഗ്രന്ഥം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഐലൻഡിൽ അജ്ഞാത ജഡം പൊങ്ങി. 35 വയസ്സുള്ള ആളുടേതാണ്